ഹലോ നമസ്കാരം, വെൽക്കം ടു ഡേ ഡ്രീംസ്. കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ പോകുന്നത് പാമുക്കേൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. സമയം 1 മണിയായി. ഹോട്ടൽ ഐബിസിൽ നിന്നും ചെക്കൗട്ട് ചെയ്ത് ബുർസ ബസ് ടെർമിനലിൽ എത്തി. പല സ്ഥലത്തേക്ക് പോകുന്ന ബസ് കമ്പനിയുടെ ട്രാവൽ ഓഫീസാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിങ്ങൾ പോകുന്നത് പാമുക്കേൽ ബസ് ടൂർസ് എന്ന് പറഞ്ഞ ഒരു ബസ് കമ്പനിയുടെ ഒപ്പമാണ്. ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് ആയത് കാരണം 370 ലിറ കൊടുക്കേണ്ടി വന്നു. നാട്ടിലെ ഏകദേശം 1650 രൂപ വരും. കാലത്തെ ബസ് ടൈമിംഗ് ആയതുകൊണ്ടാവാം തിരക്ക് വളരെ കുറവാണ്. നിങ്ങൾ പോകേണ്ട ബസ് ടൈമിംഗ് അവിടെ ഒരു LED ബോർഡിൽ കാണുന്നുണ്ടായിരുന്നു. നല്ല വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു സ്ഥലം. ദൂരയാത്രയ്ക്ക് പോകുന്നവർക്കായി ഇവിടെ ഫുഡ് കോർട്ടുമുണ്ട്. ചിലത് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഷോപ്സാണ്. അങ്ങനെ ഞങ്ങളുടെ ബസ് കറക്റ്റ് ടൈമിങ്ങിലെത്തി. ബസ് സമയത്തിന് വന്നില്ലെങ്കിൽ യാത്രക്കാർക്ക് പൈസ റീഫണ്ട് ചെയ്യുകയും മറ്റൊരു വണ്ടിക്ക് ഏർപ്പാടാക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു. നല്ല തണുപ്പുണ്ട് പുറത്ത്. അധികം വൈകാതെ തന്നെ ഞങ്ങൾ ബസ് യാത്ര തുടങ്ങി. ഇനിയുള്ള 9.5 മണിക്കൂർ യാത്ര ഈ ബസ്സിലാണ് പോകേണ്ടത്. അത്യാവശ്യം ഹൈടെക് രീതിയിൽ പണിത ഒരു ബസ്സാണിത്. എൻ്റർടൈൻമെൻറ്റ് സർവീസ് എല്ലാ സീറ്റിനും ബാക്കിലുണ്ട്. ഹെഡ്ഫോൺസ് കണക്ട് ചെയ്തിട്ട് മൂവീസ്, മ്യൂസിക്, ഗെയിംസ് എന്നിവ ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് നേരം ഞങ്ങൾ ഹിന്ദി പടം കണ്ടിട്ട് സമയം ചെലവാക്കി. യാത്രേൻ്റെ ഇടയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. പിന്നെ എണീക്കുമ്പോൾ ഞങ്ങൾ പാമുക്കേൽ സ്ഥിതി ചെയ്യുന്ന ഡെൻസിലി പ്രൊവിൻസിൽ എത്തിക്കഴിഞ്ഞു. നോൺ സ്റ്റോപ്പ് ബസ് ആയത് കാരണം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ 1 മണിക്കൂർ മുന്നേ ഞങ്ങൾ അവിടെ എത്തിച്ചേരാൻ പറ്റി. ഞങ്ങളുടെ ഈ യാത്ര പെട്ടെന്ന് ആയത് കാരണം പാമുക്കേൽ ടൂറിസം നടത്തുന്ന ഒരു ഏജൻസിയുമായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു. അവർ ഏർപ്പാടാക്കിയ ഒരു ഗൈഡ് ഞങ്ങളുടെ ബസ് ടെർമിനലിൽ നിന്ന് കണക്ട് ചെയ്ത് പാമുക്കേൽ ടൂറിസ്റ്റ് കാണിക്കാനായി കൊണ്ടുപോയി. 15 മിനിറ്റ് ദൂരമേ ഉള്ളൂ ഇവരുടെ ഓഫീസിലേക്ക് എത്താൻ. ഈ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലൗഞ്ചും ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ പാമുക്കേൽ ടൂർ സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ യാത്ര കുറച്ച് ഇന്ത്യക്കാരുടെ ഒപ്പമാണ്. പരസ്പരം പരിചയപ്പെട്ടിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. ഇന്ന് ഞങ്ങളിവിടെ വന്നത് പാമുക്കേൽ ഹോട്ട് സ്പ്രിങ്സ് കാണാനും അതേപോലെ തന്നെ ഒരു പണ്ടത്തെ ഒരു ഗ്രീക്ക് സിറ്റിയുണ്ട്, ഹെയറോപോളിസ്, അത് കാണാനുമാണ്. ആദ്യത്തെ സ്റ്റോപ്പ് പാമുക്കേൽ പോകുന്ന വഴിയിലുള്ള ഒരു ഹോട്ട് സ്പ്രിംഗ് ഫൗണ്ടൻ കാണാനാണ്. നല്ല ചൂടുള്ള വെള്ളം ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഭൂമിയുടെ അടിയിലുണ്ടാവുന്ന വോൾക്കാനിക് ആക്ടിവിറ്റീസ് കാരണം ഇവിടുന്ന് വരുന്ന വെള്ളത്തിന് നല്ല ചൂടാണ്. 35 ഡിഗ്രി തൊട്ടിട്ട് 100 ഡിഗ്രി ചൂട് വരെ ഈ വെള്ളത്തിനുണ്ടാവും. ഈ വെള്ളത്തിൻ്റെ വേറൊരു പ്രത്യേകത വെച്ചാൽ കുറേ മിനറൽസ് ഉണ്ട്. ശരീരത്തിനും സ്കിന്നിനും ഹാർട്ട് കണ്ടീഷൻസ് നന്നാവാനും നല്ലതിനുമായിട്ടുള്ള കുറേ മിനറൽസ് ഉണ്ട്. കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഈ വെള്ളം കാലാവസ്ഥ മാറുന്നത് കാരണം വെള്ളത്തിൻ്റെ കാർബൺ ഡയോക്സൈഡ് പോവുകയും വെള്ളം നിറത്തിലുള്ള ലൈംസ്റ്റോണായി മാറുകയും ചെയ്യും. ഇതേപോലത്തെ കുറേ ഹോട്ട് സ്പ്രിങ്സ് ഇവിടെ ഈ പാമുക്കേൽ ഏരിയയിലുണ്ട്. തുർക്കിയുടെ ഫേമസ് ടീ അതെവിടെ കണ്ടാലും ഒന്ന് ട്രൈ ചെയ്യുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ഹോബി. ഹാൻഡ് പ്രസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഓറഞ്ച് ജ്യൂസും ഗ്രേപ്പ് ജ്യൂസും ഇവിടെ കിട്ടും. ചെറിയൊരു കഫറ്റേരിയ ഇതിൻ്റെ അടുത്ത് തന്നെയുണ്ട്. പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റിന് ഇങ്ങനത്തെ ഒരു ഹോട്ട് സ്പ്രിങ്ങിൽ പോയിട്ട് കുളിക്കാനുള്ള സൗകര്യം ഈ സ്ഥലത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് വണ്ടി കയറി. ഗൈഡ് ഒരു രസികനാണ്. പണ്ട് ഗൈഡായി വന്നപ്പോൾ ആളുടെ എക്സ്പീരിയൻസ് നല്ല തമാശ രീതിയിലാണ് ഞങ്ങളുടെ അടുത്ത് പങ്കുവച്ചത്. അടുത്തുള്ളൊരു സ്റ്റോൺ ഫാക്ടറിയിലാണ് ഞങ്ങൾ കൊണ്ടുപോയത്. ഓർണിക് സ്റ്റോൺസ് ആണ് ഇവിടെ കൂടുതലും ഈ ഏരിയയിൽ കാണപ്പെടുന്ന ഒരു സ്റ്റോൺ. ഇങ്ങനത്തെ സ്റ്റോൺസ് വെച്ച് ഉണ്ടാക്കുന്ന ജ്വല്ലറീസ് ആൻഡ് ആക്സസറീസിൻ്റെ ഫാക്ടറിയാണ് ഇത്. ഷോക്കേസിൽ വെച്ച ഓരോ ഐറ്റം കണ്ട് ആസ്വദിച്ച് തീരാൻ കുറേ സമയമെടുക്കും. ഫാക്ടറി ഇപ്പോൾ റിനോവേഷൻ കാരണം ക്ലോസ് ആണ്. ഇവിടെ നിന്നുണ്ടാക്കുന്ന സാധനങ്ങൾ വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. യൂറോ റേറ്റിലാണ് എല്ലാത്തിൻ്റെയും വില ഇട്ടിട്ടുള്ളത്. ഫാക്ടറി ഷോറൂം കണ്ടിറങ്ങുമ്പോൾ ഞങ്ങളുടെ ഗൈഡ് ഒരു സാധനം പോകുന്ന വഴിയിൽ തന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് ഈ നാടിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പുള്ളിക്കാരി കുറച്ച് കല്ലെടുത്തിട്ട് തന്നതാണെന്ന്. പിന്നീട് അത് മനസ്സിലായത് അത് ചോക്ലേറ്റാണ്. ഇവിടുത്തെ ഫേമസ് ചോക്ലേറ്റാണ്. കല്ലിൻ്റെ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഷോറൂം വിസിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹെയറോപ്ലിസ് സിറ്റിയെ ഒന്ന് കാണാനായിട്ട് നടന്നു. ഇത് പണ്ട് കാലത്തെ ഒരു ഗ്രീക്ക് സിറ്റിയാണ്. ഒരു മലയുടെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സിറ്റിയുടെ ചരിത്രം പറയാൻ കുറേയുണ്ട്. പണ്ട് റോമൻ ഭരണകാലത്ത് ജനങ്ങൾ ചികിത്സയ്ക്കും വിനോദ കേന്ദ്രത്തിനുമായിട്ട് ഈ സ്ഥലത്ത് താമസിച്ചിരുന്നു. സൂര്യദേവനായ ഹീലിയോസിന് വേണ്ടിയുള്ള ആരാധനയ്ക്ക് ടെമ്പിൾ ഓഫ് അപ്പോളോ ഇവിടെ നിർമ്മിച്ചതും കാണാം. ക്രിസ്ത്യൻ അപ്പോസ്തലനായ പോൾ ഇവിടെ ക്രിസ്ത്യൻ മതം കൂട്ടിയോജിപ്പിക്കാൻ ആരാധന നടത്തിയിരുന്നു. അതുപോലെ ക്രിസ്ത്യൻ അപ്പോസ്തലനായ ഫിലിപ്പിനെ ഇവിടെ ഒരു മലപ്രദേശത്താണ് അടക്കം ചെയ്തിട്ടുള്ളത്. 7th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന വലിയൊരു ഭൂകമ്പം കാരണം ഹിയറോപോളിസ് സിറ്റി ഇന്ന് ഓർമ്മയായി മാറി.
ഈ പാതയിൽ കൂടി നടക്കുമ്പോൾ ഒന്ന് ഓർത്തു പോകും, എത്ര മനോഹരമായിരിക്കും ഈ ഒരു നഗരം. നഗരത്തിൻ്റെ നടുക്കാണ് ഒരു റോമൻ തിയേറ്റർ ഉള്ളത്. 15,000 പേർക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ തിയേറ്റർ പണിതിട്ടുള്ളത്. ഹിയറോപ്ലിസ് ഇപ്പോൾ യുനെസ്കോൻ്റെ കീഴിലുള്ള ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. ആർക്കിയോളജിസ്റ്റ് ഇപ്പോഴും ചില ഭാഗത്ത് ഗവേഷണം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അടുത്ത് ഞങ്ങൾ പോയത് സെയിൻറ്റ് ഫിലിപ്പിൻ്റെ ടോമിൻ്റെ അടുത്തേക്കാണ്. ഗൈഡ് നിങ്ങൾക്ക് തന്ന സമയം നോക്കിയിട്ട് നിങ്ങൾ സ്വയം എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാന്. ഒരു മലയുടെ ഏറ്റവും മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റിയൊരു സന്തോഷം അത് ഞങ്ങൾക്കുണ്ടായിരുന്നു. പണ്ട് കാലത്ത് നിർമ്മിച്ച വഴിയും അതിൻ്റെ ഭംഗിയും കണ്ട് ഞങ്ങൾ നടന്നു. മലയുടെ മുകളിലെത്താൻ ഒരു പാലം കടന്നു വേണം പോകാൻ. 5th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ ഈ ബ്രിഡ്ജ് റിനോവേറ്റ് ചെയ്ത് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട് ഇവിടെ. ക്രിസ്ത്യൻ മതം ജനങ്ങളെ അറിയിക്കുവാനും ശക്തിപ്പെടുത്താനും സെയിൻറ്റ് ഫിലിപ്പ് മുന്നിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സെയിൻറ്റ് ഫിലിപ്പിൻ്റെ ടോമിൻ്റെ മുന്നിലെത്തി. അടുത്ത് തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ സൈറ്റാണ് ഉള്ളത്. ജൂലൈ 26, 2011 ഈ സ്ഥലം ഗവേഷകർ കണ്ട് സെയിൻറ്റ് ഫിലിപ്പിൻ്റെ ശവകുടീരമായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. റോമൻ അക്ഷരങ്ങൾ കൊണ്ട് എഴുതി വെച്ചിട്ടുള്ള കല്ലുകൾ ഇവിടെ ധാരാളമുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സമയം ചെലവാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു നടന്നു. 40 മിനിറ്റ് സമയമെടുത്തു ഞങ്ങൾക്കിവിടെ എത്തിച്ചേരാൻ. ഇനി അതേ ദൂരം തിരിച്ചു നടക്കാനും ഉണ്ട്. അത്യാവശ്യം ദൂരെയാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. മലയുടെ അടിവാരത്താണ് മ്യൂസിയം, അതേപോലെ ആൻറ്റിക് പൂളും സ്ഥിതി ചെയ്യുന്നത്. മ്യൂസിയം തൽക്കാലമായിട്ട് റിനോവേഷൻ കാരണം അടച്ചിട്ടേക്കാണ്. ആൻറ്റിക് പൂളിൽ അത്യാവശ്യം ആൾക്കാരെ കുളിക്കുന്നുണ്ട്. പണ്ട് മാർക്ക് ആൻ്റണി ക്ലിയോപാട്രയ്ക്ക് ഗിഫ്റ്റായി കൊടുത്തിട്ടുള്ള ഒരു പൂളാണെന്ന് ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പൂളിൽ കുളിക്കാനായിട്ട് 100 ലിറയാണ് ചാർജ്. പാമുക്കേൽ അല്ലെങ്കിൽ വൈറ്റ് കാസൽ എന്നറിയപ്പെടുന്ന സ്ഥലം, അതിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഞങ്ങൾ നടന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. തുർക്കിയിലെ ഏറ്റവും കൂടുതൽ തെർമൽ പൂൾസ് ഉള്ള സ്ഥലമാണിത്. കാൽഷ്യം റിച്ചായ വെള്ളം ഭൂമിയുടെ മുകളിലെത്തുമ്പോൾ കാലാവസ്ഥൻ്റെ മാറ്റം കാരണം ഒരു വെള്ള കളറിലുള്ള ഒരു ലൈം സ്റ്റോൺ ആയിട്ട് മാറും. ഇതിനെ ട്രാവർട്ടൈൻ എന്ന് വിളിക്കും. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന ടൂറിസ്റ്റുകൾ പാമുക്കയിൽ കാണാനായിട്ട് വരുന്നുണ്ട് ഇവിടെ. പ്രകൃതിയുടെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. തുർക്കിയിൽ വന്നാൽ പാമുക്കയിൽ കണ്ടു പോകണം എന്ന് അറിയുന്നവർ പറഞ്ഞപ്പോൾ ഞാൻ എത്ര വിശ്വസിച്ചില്ല. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. കാണാതെ പോയാൽ വല്ലാത്തൊരു കുറ്റബോധം വന്നേനെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചിലവാക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു. ഞങ്ങളുടെ ഒറിജിനൽ പ്ലാൻ പ്രകാരം ഞങ്ങൾ ബുർസയിൽ നിന്ന് കപ്പഡോക്യ എന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. എന്തായാലും പാമുക്കയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റി എന്ന സന്തോഷത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. 5-6 മണിക്കൂർ സമയം എടുത്ത് ചിലവഴിക്കാനുള്ളതേ ഉള്ളൂ ഈ സ്ഥലത്ത്. പക്ഷേ ഇത് മിസ് ചെയ്താൽ അത് ശരിക്കും റിഗ്രറ്റ് ചെയ്യും. ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോട്ടൽ കയറി ഭക്ഷണം കഴിച്ചു. പാമുക്കയിൽ ടൂർ അവസാനിച്ചപ്പോൾ ഞങ്ങൾ ഡെൻസിലി ബസ് സ്റ്റോപ്പിൽ നിന്നും കപ്പഡോക്യ സ്ഥലത്തേക്ക് ബസ് കയറി. 8 മണിക്കൂർ യാത്രയുണ്ട്. രാത്രി 10 മണിയാവും കപ്പഡോക്യയിൽ എത്തുമ്പോൾ. ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ആയത് കാരണം യാത്രയ്ക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ലായിരുന്നു. ബസ് അല്ലെങ്കിൽ ടാക്സി സെലക്ട് ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ ലാഭിക്കാം. അത്രയുള്ള വ്യത്യാസം. റേറ്റ് കൂടുതലുമാണ്. അതുകൊണ്ട് ഞങ്ങൾ ബസ് തന്നെ സെലക്ട് ചെയ്തു. തീരെ തിരക്ക് കുറഞ്ഞ ഒരു ബസ് യാത്രയായിരുന്നു ഇത്. എൻ്റർടൈൻമെൻറ്റ് സെറ്റ് ചെയ്തതിലുമുണ്ട്. ഡെൻസിലി നഗരത്തിനോട് വിട പറഞ്ഞ് ഞങ്ങൾ കാഴ്ചകളും കണ്ടിരുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പാമുക്കൽ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. വേറൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഡേ ഡ്രീംസിൽ കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.